എലോൺ മസ്ക് എന്നും നമ്മെ അതിശയിപ്പിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം എന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകാൻ ശ്രമിക്കാറുണ്ട്. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്ത ഉണ്ടാകാറുമുണ്ട്. അദ്ദേഹം കൊയ്യുന്ന നേട്ടങ്ങളിലും അതുപോലെ തന്നെ വ്യത്യസ്ത ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇതാ എലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ആയിട്ടുള്ള ഗ്രോക്ക് മറ്റുള്ള ചാറ്റ് ബോട്ടുകളെക്കാളും വ്യത്യസ്ത കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ ഈ എലോൺ മസ്കിന്റെ ഗ്രോക്ക് ഒരു വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പറയാം. അതായത് ഒരുപാട് വിവാദങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് ഗ്രോക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഗ്രോക്ക് നൽകുന്ന മറുപടി വളരെ വ്യത്യസ്തമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാർട്ടിക്കും എതിരായി വന്ന ഗ്രോക്കിന്റെ മറുപടികളാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സാധാരണ ചാറ്റ് ബോട്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സംസാര ശൈലിയിൽ വളരെ വ്യത്യസ്തനാണ് ഈ ഒരു ചാറ്റ് ബോട്ടിനുള്ളത്. മനുഷ്യന്റെ എല്ലാ പെരുമാറ്റ രീതിയും അതുപോലെ തന്നെ പകർത്തിയെടുത്തിരിക്കുകയാണ് ഗ്രോക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പരാതി വന്നിരിക്കുന്നത്. മറ്റുള്ള ചാറ്റ് ബോട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ മറുപടി നൽകുന്ന ഈ ചാറ്റ് ബോട്ടിനെ ജനം സ്വീകരിക്കുന്നത് രണ്ട് തരത്തിലാകും. ഒന്ന്, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താകും, മറ്റൊന്നൊരു ബാഡ് വൺ എന്നൊരു രീതിയിലൊക്കെ ആകും. എന്തുകൊണ്ടാണ് മസ്ക് ഇങ്ങനെ ഒരു ചാറ്റ് ബോട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക? ഈ ഗ്രോക്ക് വഴി ഇന്ത്യ മസ്ക് ബന്ധം വഷളാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഐ എം സ്വാതി, വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഒരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്ത് ലോഞ്ച് ചെയ്താലും നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ പോരായ്മകളെയാണ്. അതിൽ നിന്നും കുറ്റം കണ്ടുപിടിച്ച് നമ്മൾ ആനന്ദം നേടും. ഗ്രോക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് മസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഗ്രോക്ക് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഹ്യൂമറസ് ആയിട്ടുള്ള മറുപടി നൽകിയേക്കാം, ചിലപ്പോൾ ആംഗ്രി റെസ്പോൺസ് ഒക്കെ ആകും, അങ്ങനെ പലതും. ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതിനെ മറുപടികൾക്കായിട്ട് സമീപിക്കുന്നത് അതേ ഒരു രീതി തന്നെയാണ് ഗ്രോക്ക് പബ്ലിക്കിന് നൽകുക. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വേ ഓഫ് സ്പീച്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാം നടക്കുക. ആരാണ് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ മിസ് ഇൻഫോർമേഷൻ തരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഗ്രോക്ക് നൽകിയ മറുപടി ഇതാണ്: എലോൺ മസ്ക് എന്നുള്ളത്. അല്ല, എലോൺ മസ്ക് ആൻഡ് ട്രംപ് എന്നുള്ളത്. ഇതിൽ നിന്നും തന്നെ മനസ്സിലാകാം ഗ്രോക്കിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മസ്കിന്റെ എല്ലാ സ്വഭാവ സാമ്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഗ്രോക്ക് മറുപടി നൽകുന്നതിൽ മസ്കിന് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. കാരണം പബ്ലിക് ആഗ്രഹിക്കുന്ന ആൻസർ തന്നെയാണ് അതിൽ വരുന്നതും. താൻ അങ്ങനെയാണ് എന്നുള്ളത് ജനത്തിനെ പോലെ തന്നെ മസ്കിനും നന്നായിട്ട് അറിയാം. തന്റെ കുടിയേറ്റ വിരുദ്ധത അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പുരോഗമന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് തുറന്നടിച്ചിട്ടുണ്ട്. കൂടാതെ ഹെയ്റ്റ് സ്പീച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ, ഇതെല്ലാം കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ചാറ്റ് ബോട്ട് തനിക്കെതിരെ പറയുന്നതിന് മസ്കിന് യാതൊരു കുഴപ്പവുമില്ല. അത് അത്തരത്തിൽ കൊണ്ടുവരികയാണ്, ജനങ്ങളിലേക്ക് ആക്കി തീർക്കുകയാണ് ഇതിലൂടെ മസ്ക് ചെയ്യുന്നത്. ഒട്ടും ബയസ്ഡ് അല്ല ഈ ഒരു ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻസ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ChatGPT, DeepSeek, ക്ലൗഡിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ് ഈ ഗ്രോക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണരൂപം വന്നിട്ടുള്ളത് ഒരുപക്ഷെ ChatGPT 2022 വന്നതിന് ശേഷമാകും. അതുവരെ നമ്മൾ ആശ്രയിച്ചിരുന്നത് ഗൂഗിളും മറ്റുമാണ്. അതെല്ലാം തന്നെ ആയിരുന്നു. എന്നാൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി തുടങ്ങിയത് ChatGPTയുടെ കടന്നുവരവോടുകൂടിയാണ്. ChatGPT എടുത്തു പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഫൗണ്ടർമാരിലെ ഒരാൾ എന്ന് പറയുന്നത് എലോൺ മസ്ക് തന്നെയാണ്. അതായത് ഈ ഓപ്പൺ എയുടെ തുടക്കം അല്ലെങ്കിൽ ഓപ്പൺ എ കൊണ്ടുവന്നതൊക്കെ മസ്ക് ആണ്. അതിൽ നിന്നാണ് ഈ ChatGPTയിലേക്ക് മാറിയത്. എന്നാൽ പിന്നീട് മസ്ക് തന്നെ അതിനെതിരെ വന്നിരുന്നു. ഫാക്ട് അല്ല ഇപ്പോഴുള്ള ബോട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മാനിപ്പുലേറ്റഡ് ആണോ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെതിരെ അദ്ദേഹം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഗ്രോക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, ഒട്ടും ബയസ്ഡ് അല്ല, കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ തന്റേതായിട്ടുള്ള അഭിപ്രായം വ്യക്തമാക്കുന്നുണ്ട്. അതൊരു പക്ഷേ യൂസേഴ്സിന് വെറുപ്പിക്കുന്ന തരത്തിലാണോ എന്നൊന്നും ഗ്രോക്കിന് നോക്കുന്നില്ല. ഇതാണ് എന്റെ അഭിപ്രായം, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറ്റി പറയില്ല. അതുപോലെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് അതിനുള്ള വാണിംഗും ഇതിൽ കൂടെ നൽകുന്നുണ്ട്. പിന്നെ മറ്റ് ചാറ്റ് ബോട്ടുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് അതിന് യുണീക്കാണ്. അതായത് ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ആൻസറുകളാണ് അതിൽ നിന്ന് തരുന്നത്.
അതുകൊണ്ട് തന്നെ ഗ്രോക്കിനെ ആർക്കും ഒട്ടും മടുക്കില്ല എന്നുള്ളതാണ്. മറ്റ് ചാറ്റ് ബോട്ടുകളുടെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് മടുത്തു തുടങ്ങും. ഇതങ്ങനെ ഒരു മടുപ്പ് നമുക്ക് തോന്നില്ല. അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എങ്ങനെയാണോ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്, അതൊക്കെ നമുക്ക് ഗ്രോക്കിൽ നിന്നും ലഭിക്കുക. അതായത് ഒരു എടാ പോടാ ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്ഥാപിക്കുക എന്നതാണ് മസ്ക് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അഭിപ്രായങ്ങളുടെയും അതേ തരത്തിൽ തന്നെയാണ് ഗ്രോക്കിൽ നിന്നും മറുപടി ലഭിക്കുക. സെൻസർഷിപ്പ് ഇല്ല എന്നുള്ളത് തന്നെ പറയാം. മറ്റൊന്ന്, പബ്ലിക്കിന് ദഹിക്കാത്ത പല ഉത്തരങ്ങളും അഭിപ്രായങ്ങളും ഗ്രോക്കിൽ നിന്നും ലഭിക്കും. അത് തന്റെ സൃഷ്ടാവായ എലോൺ മസ്കിനെ കുറിച്ചാണെങ്കിൽ പോലും മുന്നും പിന്നും ഇല്ലാതെ പറഞ്ഞിരിക്കും. അത് തന്നെയാണ് ഗ്രോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗ്രോക്കിനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇന്ത്യൻ ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഗ്രോക്കിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ വിശദീകരണം കേന്ദ്ര മന്ത്രാലയം മസ്കിനോട് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ മസ്കിന്റെ മറുപടി എന്താണെന്നുള്ളതാണ് ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ട്വിറ്ററിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് അറിയാം, ഒരിക്കൽ പോലും ഗവൺമെന്റ് എതിരായിട്ട് ഒരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ട്വീറ്റ് മാറ്റാനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും മസ്ക് ശ്രമിച്ചിട്ടില്ല, ഗവൺമെന്റ് പറഞ്ഞിട്ട് പോലും. അതുപോലെ തന്നെ ഗ്രോക്കിന്റെ കാര്യത്തിലും ആ ഒരു പൊളിറ്റിക്കൽ